ആപ്പിളിന്റെ ഐഫോൺ 17 സീരീസിൽ വളരെ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അതെന്തൊക്കെ മാറ്റങ്ങളാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ സമയം വൈകിയാതെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഐഫോണിന്റെ ലൈനപ്പിൽ തന്നെയാണ്. ഐഫോൺ 17, ഐഫോൺ 17 പ്ലസിന് പകരം ഐഫോൺ 17 എയർ ആയിരിക്കും വരുന്നത്. ഐഫോൺ 17 പ്രോ, ഐഫോൺ 17 പ്രോ മാക്സ് എന്ന് പറയുന്ന 4 ഫോണുകളാണ് ഈ വട്ടം ലോഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഐഫോണിന്റെ ഡിസൈനിലാണ്. ഐഫോൺ 16ന്റെ അതേ ഡിസൈൻ ആയിരിക്കും ഐഫോൺ 17ൽ വരുന്നത്. ഐഫോൺ 17 എയറിന്റെ ഡിസൈൻ എനിക്ക് ഏകദേശം ഒരു പിക്സൽ ഫോൺസിന്റെ ഡിസൈൻ ആയിട്ടാണ് തോന്നിയത്. ഐഫോൺ 17 പ്രോന്റെയും പ്രോ മാക്സിന്റെയും ഡിസൈൻ ഏകദേശം ഒരു പണ്ടത്തെ പോക്കോ ഫോൺസിന്റെ ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഐഫോണിന്റെ പ്രോ മോഡലുകളിൽ ഈ വട്ടം ഐഫോൺ മെറ്റീരിയലിന് മാറ്റം വരുത്തുന്നുണ്ട്. അലുമിനിയം പ്ലസ് ഗ്ലാസ് ഡിസൈൻ ആയിരിക്കും ഈ വട്ടം വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഇൻഹാൻഡ് ഫീൽ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഇതിൽ ഗ്ലാസ് മെറ്റീരിയൽ ഉള്ളതിനാൽ വയർലെസ് ചാർജിങ്ങും നല്ല രീതിയിൽ നടക്കുന്നതാണ്. ഇതിൽ ഡ്വൽ ടോൺ പ്ലസ് ഡ്വൽ മെറ്റീരിയൽ ഡിസൈൻ ആയിരിക്കും ഈ വട്ടം ഐഫോൺ കൊണ്ടുവരുന്നത് പ്രോ മോഡലുകളിൽ. നമുക്ക് ഓരോ ഫോണുകളിലേക്കും വിശദമായി പോകാവുന്നതാണ്. ആദ്യം നമ്മൾ ഐഫോൺ 17ന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഐഫോൺ 17ൽ ഈ വട്ടം ഡിസ്പ്ലേ സൈസ് കൂട്ടിയിട്ടുണ്ട്. 6.1 ഇഞ്ചിൽ നിന്നും 6.3 ഇഞ്ച് ആക്കിയിട്ടുണ്ട് ഡിസ്പ്ലേ സൈസ്. ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആന്റി റിഫ്ലക്റ്റീവ് സ്ക്രീനും വരുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞ വട്ടത്തെക്കാളും 30% ബ്രൈറ്റ്നസ് കൂടുതലാണ് വരുന്നത്. ഇതിൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. ഇത്തവണ ആപ്പിളിന്റെ A19 ചിപ്സെറ്റ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഇതിൽ 20% ലെസ് പവർ യൂസേജിന് വേണ്ടി ആപ്പിളിന്റെ C1 മോഡം ചിപ്പും കൊണ്ടുവരുന്നതാണ്. ഇത്തവണ ആപ്പിളിന്റെ പുതിയ ആപ്പിൾ ഇന്റലിജൻസ് ആയിരിക്കും വരുന്നത്. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് 24 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആക്കിയിട്ടുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഐഫോൺ 17ൽ പുതിയതായിട്ട് വരുന്നത്. അടുത്തതായി ഐഫോൺ 17 എയറിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 6.6 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും ഇത് വരുന്നത്. ഇതിൽ ആന്റി റിഫ്ലക്റ്റീവ് സ്ക്രീനും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും ഒക്കെ വരുന്നതാണ്. ഇത് 48 മെഗാ പിക്സലിന്റെ സിംഗിൾ ക്യാമറ ആയിരിക്കും റൈറ്റ് സൈഡിൽ വരുന്നത്. 24 മെഗാ പിക്സലിന്റെ ആയിരിക്കും സെൽഫി ക്യാമറ അതിൽ വരുന്നത്. ഇതിൽ ആപ്പിളിന്റെ A19 ചിപ്പ് വരുന്നതാണ്. C1 മോഡം ചിപ്പും ഇതിൽ വരുന്നതാണ്. ഇത്രയും പ്രൈസ് കൊടുത്ത് ഇതിൽ സിംഗിൾ സ്പീക്കേഴ്സ് മാത്രമായിരിക്കും വരിക. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 5.5 mm മാത്രമായിരിക്കും ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഈ ഫോണിൽ വരുന്നത്. അടുത്തതായി ഐഫോൺ 17 പ്രോയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 6.3 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഇത് വരുന്നത്. അലുമിനിയം പ്ലസ് ഗ്ലാസ് ഡിസൈൻ ആയിരിക്കും. ക്യാമറ മൊഡ്യൂളും ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് 7.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൽ 24 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ഇതിൽ 12 GB റാമാണ് ഈ വട്ടം ഐഫോൺ കൊണ്ടുവരുന്നത്. ഇതിൽ ആപ്പിളിന്റെ A19 പ്രോ ചിപ്സെറ്റ് ആയിരിക്കും വരിക. ഇതിൽ C1 മോഡം ചിപ്പും വരുന്നതാണ്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഐഫോൺ 17 പ്രോയിൽ ഈ വട്ടം ഐഫോൺ കൊണ്ടുവരുന്നത്. അവസാനമായി ഐഫോൺ 17 പ്രോ മാക്സിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 6.9 ഇഞ്ച് എന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡ്യുവൽ മെറ്റീരിയലും ക്യാമറ മൊഡ്യൂൾ ചേഞ്ച് ഒക്കെ ഇതിൽ ഉണ്ടാകുന്നതാണ്. ഇത് 7.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നതാണ്. ഇതിലും 12 GB റാം ആയിരിക്കും വരിക. ഇതിലും ആന്റി റിഫ്ലക്റ്റീവ് സ്ക്രീൻ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇത് ആപ്പിളിന്റെ A19 പ്രോ ചിപ്സെറ്റ് ആയിരിക്കും വരിക. C1 മോഡം ചിപ്പും ഇതിൽ വരുന്നതാണ്. ഇതിൽ 48 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയും ഈ വട്ടം ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഐഫോൺ 17 പ്രോ മാക്സിന്റെ ബാക്കിൽ 48+48+48 മെഗാ പിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നത്. ഫ്രണ്ടിൽ 24 മെഗാ പിക്സലിന്റെ ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഐഫോൺ 17 പ്രോ മാക്സിൽ പുതിയതായി വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.